ഓണമായിട്ട് ബിഗ് ബോസിൽ ഒരു നല്ല ചെണ്ടയെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ചയായിട്ട് ഈ ചെണ്ട അവിടെ ഉണ്ട്. ഇപ്പോഴാണ് നന്നായിട്ട് എല്ലാവരും കൊട്ടിത്തുടങ്ങിയിരിക്കുന്നത്. ചെണ്ടയുടെ പേര് അനുമോൾ. എല്ലാവരും വരുന്നവരും പോകുന്നവരും ഒക്കെ ഇട്ട് ചെണ്ടയിട്ട് തട്ടുകയാണ്. ഞാൻ ഓൾവേസ് പറയാറുണ്ട്, അനുമോൾ എന്നൊരു വ്യക്തി ബിഗ് ബോസിന് പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അനുമോൾ ബിഗ് ബോസിലേക്കെന്ന് പറഞ്ഞിട്ടല്ല വന്നേക്കുന്നത്. അനുമോൾ അനുമോളായിട്ടാണ് നിൽക്കുന്നത്. ഒരു മനുഷ്യന് എല്ലാം ഇപ്പോഴും പോസിറ്റീവ് മാത്രമായിരിക്കത്തില്ല. ഒരു മനുഷ്യന് നെഗറ്റീവ്സ് ഉണ്ടാകും. വളരെയധികം ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യാം, ഒരുപാട് കരയാം, ചിലപ്പോൾ വളരെയധികം ദേഷ്യം വരുമ്പോൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാം, പ്രോമിസസ് ലംഘിക്കപ്പെടാം എന്ന് പറഞ്ഞിട്ട് അനുമോൾ അത് പറഞ്ഞു, എന്നിട്ട് അനുമോൾ കണ്ട മാറ്റി പറഞ്ഞത് എന്ന് പറയാൻ അനുമോൾ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യ സ്ത്രീ ആണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. വളരെ ജെനുവിൻ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ജെനുവിൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ജെനുവിൻ ആയിട്ട് വളരെ വിയേർഡായിട്ട് സംസാരിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക, ദേഷ്യം വരുമ്പോൾ വിമർശിക്കുന്നത് കൊണ്ട് ആ വ്യക്തി തെറ്റാണെന്നോ ആ വ്യക്തി കൊള്ളില്ല എന്നോ അഭിപ്രായമില്ല. അത് ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം, അതവിടെ ജെനുവിൻ ആയിട്ട് കാണിക്കുന്നു, സത്യസന്ധമായിട്ട് കാണിക്കുന്നു എന്ന് പറയാം. ഇനി 2-3 ആഴ്ചകളായിട്ട് ഈ ബിഗ് ബോസ്, 2-3 ആഴ്ച ആയിട്ടില്ല, ഒരു 1.5 ആഴ്ചയായിട്ട് ബിഗ് ബോസിനകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ കണ്ടു കാണും. അതിൽ ഏറ്റവും കൂടുതലും കോർണർ ചെയ്യപ്പെടുന്നത് ജിസേലിനെ അല്ല, അനുമോളെയാണ്. ജിസേലിനെ അനുമോള് ചോദ്യം ചെയ്തത് തൊട്ട്, ഈ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന് അനുമോളുടേതായ റീസൺസ് ഉണ്ട്. ഇപ്പൊ മേക്കപ്പ് സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് മുതൽ അനുമോളെ തെറ്റിദ്ധരിച്ച് ജിസേൽ അങ്ങോട്ട് തിരിച്ചു ചെന്നിട്ടുണ്ട്. അതായത് ആ തുടക്ക സമയത്തിലുള്ള ഷഡ്ഡി തത്തക്കിളിയുടെയൊക്കെ മുകളിൽ എടുത്തിട്ടു എന്ന് തുടങ്ങി ഒരുപാട് കാര്യത്തിൽ ജിസേല് അനുമോളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും അനുമോളുടെ ഭാഗത്ത് തെറ്റില്ലായിരുന്നു, പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊട്ട് ക്ലിയർ ആയതുമില്ല. അപ്പൊ ആ പ്രശ്നങ്ങൾ അതും കൂടെ നിങ്ങൾ ഓർത്തു നോക്കണം ഈ കുറ്റം പറയുമ്പോൾ. ഇനി ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നെവിൻ പുറത്തു പോയത് അത് അനുമോളാണ് യഥാർത്ഥ കാരണം എന്ന് അവിടെ എല്ലാവരും പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ കയറി കളിച്ചതാണ് ആദിലയും നൂറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു തരത്തിലുള്ള ഒരു ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും ഒക്കെ അനുമോളോട് വന്നു കഴിഞ്ഞു. ഇനി ഷാനവാസ്, അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ രാത്രി, അതായത് വളരെ ലേറ്റ് ആയിട്ട് അനുമോളുടെ കിറ്റ് കാണാതെ പോയിട്ടുണ്ട്. ഇത് ആര്യൻ വളരെ ഫണ്ണി ആയിട്ട് ഇങ്ങനെ അത് ഞാൻ എടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതൊരു റിവഞ്ച് തീർത്തതാണ്. ജിസേലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തോ ആണ് ആ കിറ്റ് കാണാതെ പോയിരിക്കുന്നത്. കാരണം ഇന്നലത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ജിസേലിന്റെ കിറ്റ് കാണാതെ വന്നപ്പോഴത്തേക്കും ജിസേൽ പെട്ടെന്ന് ഓടിപ്പോയി അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന അനുമോളെടുത്ത് വന്നിട്ട് എന്റെ കിറ്റ് എന്ത് ചെയ്യുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, എൻ്റെ ഉണ്ട്, ഞാൻ എടുത്ത് എന്ത് പറയത്തില്ല എന്നൊക്കെ കയറി തർക്കിച്ചിട്ടുണ്ട്. പക്ഷെ അത് അനുമോൾ അല്ലായിരുന്നു എടുത്തത്. പകരം ജിസേലിന്റെ കിറ്റ് ജിസേൽ തന്നെ ഒരിടത്ത് മറന്നു വെച്ചതാണ്. ആ മറന്നു വെച്ച സ്ഥലത്തുനിന്ന് നൂറയോ ആദിലയോ ആരൊക്കെയോ ശൈത്യോ ഒക്കെ ചേർന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്, അനുമോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നുമുണ്ട്. അപ്പൊ ആ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അനുമോളുടെ ആ ഒരു കിറ്റ് കാണാതെ പോയത്. ഈ കിറ്റ് ഇൻ ദ സെൻസ് അതിനകത്താണ് സോപ്പ്, ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങളുള്ളത്. അത് കാണാതെ പോയതിന്റെ ദേഷ്യം അനുമോൾ രാത്രിയിൽ തന്നെ എല്ലാവരെയും വിളിച്ച് ശല്യം ചെയ്ത് അവിടെ തീർക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യൻ വളരെയധികം ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഇന്ന് രാവിലെ തുടങ്ങിയത് തൊട്ടേ അനുമോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അനുമോളിന്റെ ഒരു പാവക്കുട്ടിയും കയ്യെ പിടിച്ച് എല്ലാവരുടെ പോയിട്ട്, ഈവൻ ശൈത്യടുത്ത് വരെ വളരെ നെഗറ്റീവായിട്ട്, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, നിങ്ങളുടെ ഒരു സാധനം കളഞ്ഞു പോയാൽ നിങ്ങൾ ഇനിയിപ്പോൾ പോട്ട് വിട്ടേക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ കളയുമോ, എനിക്കത് ഇപ്പോൾ കിട്ടണം, ബിഗ് ബോസ് കൺഫെഷൻ റൂം തുറക്ക്, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് കൺഫെഷൻ റൂമിൻ്റെയൊക്കെ പുറത്തു പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. ഈവൻ രേണുസുതി പോലും വളരെ അവിടെ നിസ്സാരമായിട്ട് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് രേണുസുതിയുടെ മണ്ടയ്ക്ക് പോലും നമ്മുടെ അനുമോൾ ചെന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരുമാതിരി പ്രസവ വേദനയും വീണവായനയുമാണ്. ഇത്തരത്തിലൊക്കെ കുറേയധികം ടോക്കുകൾ മറ്റേ അനുമോളുടെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പം ആദില ഭയങ്കരമായിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്, അനു കുറച്ച് ചിന്തിച്ച് പെരുമാറ്, നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാൽ ഈ പറഞ്ഞു പോയ ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സാധനം കിട്ടില്ലല്ലോ, അപ്പൊ നീ കുറച്ച് ലോജിക്കായിട്ട് അത് എവിടെയെന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കുക, എന്തായാലും ശരി ക്യാമറ ഉള്ളതാണ്, അത് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അതാണ് നിന്റെ രീതി ഓഫ് എക്സ്പ്രഷൻ എന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദില അനുമോളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനുമോളുടെ ഒരു രീതി ഇതായിരുന്നു.
ആയിരിക്കാം മേ ബി. അനുമോള് വീണ്ടും അവിടെയൊക്കെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ ഷാനവാസ് കേൾക്കെ അനുമോള് പറയുന്നുണ്ട്, എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ആർക്കും സപ്പോർട്ട് ചെയ്യാൻ വയ്യ. ഇത് കേൾക്കുമ്പോൾ ഷാനവാസിന് ട്രിഗർ ചെയ്തത് അനുമോള് പബ്ലിക്കായിട്ട് ലാലേട്ടൻ വരെ കേൾക്കുന്ന രീതിയിൽ, അതായത് മീൻസ് ലാലേട്ടൻ എടുത്ത് സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അഭി ഒഴിച്ച് ബാക്കി എല്ലാ ആണുങ്ങളും മൊണ്ണകളാണ്, ജിസേലിന്റെ പിന്നാലെ നടക്കുകയാണ്, ജിസേലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് അനുമോള് പറഞ്ഞത് ഷാനവാസും അതിനകത്ത് ഉൾപ്പെടുമല്ലോ. അപ്പോൾ ഷാനവാസ് അത് ഓർത്തിട്ട് അതനുസരിച്ച് പറയുന്നുണ്ട്, നീ ഈ ചില സമയത്ത് ഞങ്ങളുടെ സപ്പോർട്ട് വേണമെന്നും, നീ ചില സമയത്ത് ഞങ്ങളുടെ സപ്പോർട്ട് വേണ്ട, ഞങ്ങളൊക്കെ വെറും മൊണ്ണകളാണ്, ജിസേലിന്റെ പിറകെ നടക്കുകയാണ് എന്നൊക്കെ നീ തന്നെയല്ലേ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട്, എനിക്ക് ആരെയും സുഖിപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഇങ്ങനെ സംസാരിക്കത്തോളൂ, എനിക്ക് ആരുടെയും ഗ്രൂപ്പ് വേണ്ട, ആരുടെയും കൂട്ട് വേണ്ട, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോളാം, എനിക്ക് ആരും വേണ്ട എന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരും വേണ്ട എന്ന് അനുമോള് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ഈ കിറ്റ് കളഞ്ഞു പോയ കാര്യവുമായി ബന്ധപ്പെട്ട് അനുമോൾ ഈ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ആ ചോദിച്ചതിലും ആ സംസാരിച്ചതിലും ഷാനവാസിന്റെ ഭാഗത്ത് വളരെയധികം ശരിയുണ്ട്. അതല്ലേ സത്യം? കാരണം എന്ന് വെച്ചാൽ ആദിലയും നൂറയും പലതവണ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശൈത്യ ചിലപ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ ശൈത്യ സത്യത്തിൽ അനുമോളെ ചതിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് ചോദിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കാം, പിന്നെ എന്തിനാണ് ഈ കിറ്റ് കളഞ്ഞു പോയതിന്റെ പേര് സപ്പോർട്ട് ചെയ്യണമെന്നും ചോദിക്കണം എന്നും ഒക്കെ അനുമോൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്നാണ് ഷാനവാസ് ചോദിച്ചത്. ഇതിനും ശേഷം ഇതും കഴിഞ്ഞിട്ട് അവിടെ വാഷ് ബേസിന്റെ അടുത്ത് നിന്ന് കൈ കഴുകിയതിന് ശേഷം ആ കണ്ണാടി നോക്കി എന്തോ തുടയ്ക്കോ മറ്റോ ചെയ്തപ്പോഴത്തേക്കും വാഷ് ബേസിന്റെ മുന്നിലുള്ള കണ്ണാടി ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഷാനവാസ് അനുമോളെ ഇങ്ങനെ തള്ളി ബാക്കിലോട്ട് മാറ്റി അങ്ങ് നിർത്തുകയാണ്. അപ്പോഴത്തേക്കും അഭി അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഷാനവാസ് അങ്ങോട്ടേക്ക് ചെന്നത്. പക്ഷെ ഷാനവാസൊക്കെ ഒരു കാര്യവുമില്ലാതെ ഇട്ട് അങ്ങ് ചൊറിയാണ് അനുമോളെ ആ ഒരു കാര്യത്തിൽ. അതായത് ആവശ്യത്തിന് കാര്യങ്ങൾ വ്യക്തമാക്കി പറയണം. അനാവശ്യമായിട്ട് ഒരു ചെണ്ടയെ പോലെ, അതായത് മീൻസ് എല്ലാവരും കോർണർ ചെയ്യുന്നു, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, എന്നാൽ പിന്നെ നമ്മളും ഇനി അനുമോളുടെ കൂടെ നിൽക്കണ്ട എന്ന് പറയുന്ന ഒരു രീതി അവിടെ ഷാനവാസ് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഷാനവാസിന്റെ സൈഡിൽ ഒരു കാര്യം സംസാരിച്ച കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഷാനവാസ് അത് അഡ്രസ് ചെയ്തു. രണ്ടാമത്തെ കാര്യത്തിൽ ഷാനവാസിന് തെറ്റ് പറ്റുന്നുണ്ട്. ഇനി അടുത്തൊരു സംഭവം, ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എല്ലാവരും കണ്ടു കാണുമായിരിക്കും, വലിയ ഗുമ്മൊന്നും ഉണ്ടായിരുന്നില്ല, ഓൾ യൂഷ്വൽ. കാര്യം മനസ്സിലാക്കാതെയാണ് എല്ലാ മത്സരാർത്ഥികളും ബിഗ് ബോസിന്റെ ടാസ്കുകളെ ഫേസ് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി, നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് ഈ പണികളുടെ കാര്യത്തിൽ. അതുപോലെ നിങ്ങളെ സ്വാധീനിക്കാത്ത ഒരു വ്യക്തിയെ കുറിച്ചും പറയുന്നുണ്ട്. ഒട്ടും സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ എല്ലാവരും, അതായത് ഓൾമോസ്റ്റ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ്. എല്ലാവരും അനുമോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ്സ് കൂടുതൽ പറയുന്നതനുസരിച്ച് അനുമോൾക്ക് പുറത്തും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിക്കോട്ടെ, അങ്ങനെ എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ആ പറയുന്നതിൽ അനുമോൾ വിൻ ചെയ്യുകയാണ്. വെരി ഗുഡ്. ആ കൂട്ടത്തിൽ വിൻ ചെയ്യാൻ ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ അനുമോള് തന്നെയാണ്. കാരണം ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് എടുക്കണം. അനുമോൾ അറിയാണ്ട് എടുത്തൊരു സ്ട്രാറ്റജിയാണ് റിയൽ ആയിട്ട് കളിക്കുക. എല്ലാവരും പറയാറുണ്ട് ഞാൻ ഇവിടെ റിയൽ ആയിട്ട് നിൽക്കത്തുള്ളൂ. റിയൽ ആയിട്ട് നിന്നാലും ജയിക്കാൻ കഴിയും, ഉറപ്പായിട്ടും കഴിയും. ഒരു സ്ട്രാറ്റജിയും എടുക്കാതെ നിന്ന് റിയൽ ആയിട്ട് അത് തന്നെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അതാണ് അനുമോളിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും ചെണ്ടയാക്കിയത് കൊണ്ട് തന്നെ വരുന്ന വൈൽഡ് കാർഡ് ചിലപ്പോൾ അനുമോൾക്ക് സപ്പോർട്ടായിരിക്കാം. അപ്പൊ എന്തും നമുക്ക് സംഭവിക്കാം എന്ന് പറയാം. ബാക്കി ആർക്കും ആ ഒരു ക്വാളിറ്റി ഓഫ് എന്താ പറയാ ധൈര്യം. ഇപ്പം അനുമോൾ കരച്ചിലാണെന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അനുമോളുടെ ധൈര്യം. ഈ കരയുന്നവർക്ക് നല്ല പവർ ഉണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാക്കണം. അനുമോളുടെ റിയൽ ക്യാരക്ടറാണ്. സോ ഐ റെസ്പെക്ട് ഹർ. അനുമോളെ തന്നെയാണ് എനിക്ക് കൂട്ടത്തിൽ ബഹുമാനിക്കാൻ തോന്നുന്നത്. പിന്നെ ഈ പറയുന്ന കണക്ക് ഓൾവേസ് എല്ലാം ഗോഡാണ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നീ നശിച്ചു പോകുമെടാ എന്ന് പറഞ്ഞ് എല്ലാം തൻ്റെ മാത്രം ശരികളാണ് എന്ന് പറയുന്ന ഒരു രീതി, അത് ആളുടെ റിയൽ ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ ചിലപ്പം തെറ്റായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഓണത്തിന്റെ ചെണ്ടയടി അവിടെ തുടങ്ങാൻ പോകുന്നുണ്ട്. ആരാണ് നമ്മുടെ പുതിയ അതിഥി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ പോയി വരാം. ബബായ്. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലേ, ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലേ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, ബൈ.